പൂമ അവരുടെ ആദ്യത്തെ ഫുട്ബോൾ ഷൂ പുറത്തിറക്കി ഊരിവെക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള സ്റ്റഡുള്ള ഷൂ ആയിരുന്നു അവർ നിർമ്മിച്ചത്. എന്നാൽ യഥാർത്ഥത്തിൽ പൂമ ആഡിയുടെ ആശയം മോഷ്ടിച്ചാണ് അത് നിർമ്മിച്ചത്. ഇങ്ങനെയുള്ള സ്റ്റഡുള്ള ഷൂകളിൽ പൂമ പേറ്റന്റ് എടുക്കുകയും ചെയ്തു. ആഡിക്കിതൊരു തലവേദനയായി മാറി. എന്നാൽ അതിൽ തളരാതെ ആഡി ഫുട്ബോൾ കളിക്കാനായി താൻ ഒരു പെർഫെക്റ്റ് ഷൂവിന്റെ ഡിസൈൻ ഉണ്ടാക്കിയിട്ടേ ഷൂ നിർമ്മിക്കാൻ ആരംഭിക്കൂ എന്ന് തീരുമാനിച്ചു. അതിനായി ആഡി പരിശ്രമിക്കാനായി തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം കാൾ ആഡിയുടെ അടുത്തേക്ക് ഓടിയെത്തി കോച്ച് ഹെംബർഗർ പ്യൂമയുമായി ഒരു മീറ്റിംഗിന് തയ്യാറാകുന്നു എന്ന് പറയുന്നു. ഹെംബർഗർ ജർമ്മൻ നാഷണൽ ടീമിന്റെ കോച്ചായിരുന്നു. ഹെംബർഗറിലൂടെ നാഷണൽ ടീമിന് ഷൂ നൽകാനായിരുന്നു പൂമയുടെ പദ്ധതി. ഹെംബർഗർ പൂമയുമായി കൈകൊടുത്താൽ അഡിഡാസിന് മുമ്പോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന് ആഡിക്കറിയാമായിരുന്നു. ജർമ്മനിയിലെ മികച്ച ടീമുകളെല്ലാം ആ സമയത്ത് പൂമയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ മീറ്റിംഗിൽ റൂഡി അദ്ദേഹത്തെ പരിഹസിക്കുകയും ക്ലബ്ബുകളെല്ലാം എൻ്റെ ഷൂ കൊണ്ടാണ് നന്നായി കളിക്കുന്നതെന്നും നല്ലൊരു കോച്ചില്ലെങ്കിലും എൻ്റെ ഷൂ കൊണ്ട് പ്ലെയേഴ്സിന് നന്നായി കളിക്കുവാൻ സാധിക്കുമെന്നും അഹങ്കാരത്തിൽ ഹെംബർഗിനോട് പറയുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പൂമയുമായുള്ള കരാറിന് ഒപ്പുവെക്കാതെ ആഡിയുടെ അഡിഡാസ് ഫാക്ടറിയിലേക്ക് എത്തുന്നു. ആഡിയോട് അദ്ദേഹം ജർമ്മൻ ടീമിൻ്റെ ആവശ്യം പങ്കുവയ്ക്കുന്നു. നാഷണൽ ടീമിലുള്ള എല്ലാ പ്ലെയേഴ്സിനും ഫുട്ബോൾ ബൂട്ട് വേണം എന്നായിരുന്നു അത്. ആഡി അതിന് സമ്മതിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. എല്ലാവരെയും ഞെട്ടിച്ച് ജർമ്മൻ ടീം ഫൈനലിൽ പ്രവേശിച്ചു. ജർമ്മൻ ടീമിന് ഷൂ നൽകാനാകാത്തതിൽ ഖേദിച്ച് റൂഡി ജർമ്മനിയിലെ തെരുവുകളിലൂടെ നടക്കുന്നു. അങ്ങനെ ജർമ്മനി വേഴ്സസ് ഹംഗറി ഫൈനൽ ദിനം വന്നെത്തി. ആഡിയും കോച്ചും ചേർന്ന് ഫുട്ബോൾ ഗ്രൗണ്ട് പരിശോധിക്കുന്നു. അവരുടെ ആഗ്രഹം ഫൈനലിൽ മഴ പെയ്യണമെന്നായിരുന്നു. എന്നാലേ ആഡി ഉണ്ടാക്കിയ മഴയത്തും നല്ലപോലെ കളിക്കാൻ സാധിക്കുന്ന സ്റ്റഡ് അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കൂ. മഴ പെയ്യാത്തതുകൊണ്ട് അവർ ചെറിയ സ്റ്റഡ് ഉപയോഗിച്ച് കളിക്കാൻ തീരുമാനിച്ചു. ഗ്യാലറിയിലെങ്ങും പത്രക്കാരെ കൊണ്ട് നിറഞ്ഞിരുന്നു. ഇന്നത്തെ കളിയിൽ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ എന്ന് പത്രക്കാർ കോച്ചിനോട് തിരക്കി. എങ്ങനെയും ജയിക്കണമെന്ന് കോച്ച് മറുപടിയായി പറഞ്ഞു. ഡ്രസ്സിംഗ് റൂമിൽ കോച്ച് കളിക്കാരോട് സംസാരിക്കാനായി ആരംഭിച്ചു. നമ്മൾ കാത്തിരുന്ന ദിവസം ഇന്നാണ്. നമ്മൾ ആരാണെന്ന് ഹംഗറിയെ കാണിച്ചു കൊടുക്കണം. നമുക്കറിയാം ഹംഗറി ഇതുവരെ ഒരു മത്സരവും പരാജയപ്പെട്ടിട്ടില്ലെന്ന്. എന്നാൽ ഇന്ന് ഇവിടെ വെച്ച് അവർ തോൽവിയുടെ രുചി അറിയണം. ഇങ്ങനെയെല്ലാം കോച്ച് കളിക്കാരോട് പറയാനായി ആരംഭിച്ചു. കളി കാണാൻ റൂഡിയും ഗ്യാലറിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഉടൻ തന്നെ എവിടുന്നോ ശക്തമായി മഴ പെയ്യാൻ ആരംഭിച്ചു. ഡ്രസ്സിംഗ് റൂമിലേക്ക് ഓടി വന്ന ആഡി നമ്മുടെ സ്റ്റഡ്സ് ഇടാൻ സമയമായെന്ന് കോച്ചിനോട് അതിസന്തോഷത്തോടെ പറഞ്ഞു. എല്ലാവരും സന്തോഷത്തോടെ ആർത്തുല്ലസിച്ചു. ശേഷം എല്ലാവരുടെയും ബൂട്ടിൽ ആഡി ഉണ്ടാക്കിയ സ്റ്റഡ്സ് ആഡി തന്നെ ഇട്ടുകൊടുക്കുന്നു. അഡിഡാസ് ധരിച്ച കാലുകളുമായി ജർമ്മൻ ടീം ഗ്രൗണ്ടിലേക്ക് പ്രവേശിച്ചു. മഴയത്ത് കളി ആരംഭിച്ചു. ഹംഗറി താരങ്ങളുടെ കാലുകൾ വഴുതാനും തുടങ്ങി. എന്നാൽ ജർമ്മൻ ടീം വളരെ ശക്തമായി തന്നെ കളിക്കുന്നു. അങ്ങനെ ജർമ്മനി തന്നെ ആദ്യത്തെ ഗോൾ അടിക്കുകയും ചെയ്തു. ഗ്യാലറിയിലുള്ള ആളുകളും ജർമ്മൻ ജനതയുമെല്ലാം ആർത്തുല്ലസിക്കാൻ തുടങ്ങി. ജർമ്മനി അങ്ങനെ ഫൈനലിൽ വിജയിച്ചു. കളിക്ക് ശേഷം വളരെ സന്തോഷത്തിലാടി ഡ്രസ്സിംഗ് റൂമിലെ ഒരു കസേരയിലിരിക്കുന്നു. ഏറ്റവും മികച്ച ഷൂ ഉണ്ടാക്കി തന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചതിന്റെ സന്തോഷത്തിൽ ആടി ഒന്ന് പുഞ്ചിരിച്ചു.